നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP CPIM ഡീൽ ആയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ ഒരുക്കിയ മാതൃകാ ഹരിത പോളിംഗ് ബൂത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ നിർവഹിച്ചു. ബാർ ഉടമകൾക്ക് ലൈസൻസ് പുതുക്കി നൽകിയത് വഴി വലിയ അഴിമതി നടന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലുമായി 122ഓളം നാമനിർദ്ദേശ പത്രികകളാണ് ആകെ സമർപ്പിച്ചത്. വാർത്തകൾ വിശദമായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP CPIM ഡീൽ ആയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ BJP CPIM ഡീൽ നടന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആരോപിച്ചു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് BJP CPM ഡീലാണ് എന്നുള്ളത് ഞങ്ങൾ വ്യക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് വെറുതെ ഉന്നയിച്ചതല്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, CPMന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ അതിൽ കൃത്യമായി മനസ്സിലാകും പരസ്പരമായ അന്തർധാര, സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തർധാരയുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോംപ്രമൈസ്ഡ് ചീഫ് മിനിസ്റ്ററാണ്. മോഡിയുടെ മുന്നിൽ ഒന്നും പറയാൻ പറ്റില്ല. EDയെ പേടിച്ചിട്ട് ജീവിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ടും ഒരു കാര്യത്തിലും കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാവാറില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളം കൈവിട്ട് പോകുമെന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികമായ രാഷ്ട്രീയ ധാരണക്കാണ് CPM നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് പല സീറ്റുകളിലും CPM BJPക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസരം ഉണ്ടാക്കുന്നതിനോട് ശ്രമിച്ചിട്ടുള്ളത്. പല സീറ്റുകളിലും BJPക്ക് ഏറ്റവും ശക്തിയുള്ള സീറ്റുകളിൽ പോലും അവർ നേരിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താതെ CPMന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാക്കിയിരുന്നു. ഇത് പാർട്ടി അണികൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. CPMഉം BJP CPM ഡീൽ എന്നത് വെറുതെ ഉന്നയിച്ചതല്ല, മറിച്ച് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. നിലവിലെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ അവർ തമ്മിലുള്ള അന്തർധാര ഏവർക്കും വ്യക്തമാകും. കോംപ്രമൈസ്ഡ് ചീഫ് മിനിസ്റ്ററാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും മിണ്ടില്ല എന്നും KC വേണുഗോപാൽ പരിഹസിച്ചു. നിലവിൽ കേരളത്തിലെ BJP CPM ഡീലിനെ സംബന്ധിച്ച് ഒരുപക്ഷെ പാർട്ടി അണികൾ അറിഞ്ഞിരിക്കില്ല. അവർ അറിയാനും ഇടയില്ല എന്നും രണ്ട് പാർട്ടിയും അവരെ വിശ്വസിച്ച് കൂടെ നിന്ന അണികളെ പരിപൂർണമായും വഞ്ചിച്ചതായും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ ഒരുക്കിയ മാതൃകാ ഹരിത പോളിംഗ് ബൂത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ പരിസരത്തൊരുക്കിയ മാതൃകാ ഹരിത പോളിംഗ് ബൂത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ നിർവഹിച്ചു. പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശുചിത്വ മിഷൻ, ജില്ലാ ഭരണകൂടം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മാതൃകാ ബൂത്ത് ഒരുക്കിയത്. ഹരിതചട്ടം പാലിക്കണം എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. പ്രകൃതി സൗഹൃദ പാത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ, മൺകൂജ എന്നിവയുടെ പ്രദർശനത്തോടൊപ്പം മായാത്ത മഷി ചില്ലുകുപ്പിയിലോ സ്റ്റീൽ കുപ്പിയിലോ സൂക്ഷിക്കുന്നതിനുള്ള മാതൃകയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ സിജോ രാജു, വി രേവതി, പ്രോഗ്രാം ഓഫീസർ P. അഖിൽ, ടെക്നിക്കൽ കൺസൾട്ടന്റ് CR സന്ധ്യ, ഷഹന, ബിനുലാൽ, റിസോഴ്സ് പേഴ്സൺമാരായ R. വിജിമോൾ, S. ദിവ്യ, IEC ഇന്ത്യൻ ഹരിതകൃഷ്ണൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ബാർ ഉടമകൾക്ക് ലൈസൻസ് പുതുക്കി നൽകിയത് വഴി വലിയ അഴിമതി നടന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആരോപിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴയിൽ മറുപടി പറയുകയായിരുന്നു KC വേണുഗോപാൽ. സാധാരണഗതിയിൽ ബാർ ലൈസൻസ് 5 കൊല്ലം കഴിഞ്ഞാൽ പുതുക്കി കൊടുക്കാറുണ്ട്. ഇന്നിപ്പം മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ രഹസ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ മുമ്പിൽ ക്ലാസിഫിക്കേഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ബാറുകൾക്കെല്ലാം ലൈസൻസ് നീട്ടിക്കൊടുക്കാൻ കേരള ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് ഇത് എന്നുള്ള കാര്യം സംശയമില്ല.
കോടിക്കണക്കിന് രൂപ ബാർ ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ഈ ഒരു ഉത്തരവ് കേരള ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. കാരണം ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു സ്വാഭാവികമായ നടപടിക്രമമാണ്. ആ ക്ലാസിഫിക്കേഷന് വലിയ താമസമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല പുതുക്കേണ്ട കാര്യത്തിൽ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷന് കാത്തു നിൽക്കാതെ, ആരും അറിയാതെ, സർക്കാർ വെബ്സൈറ്റിൽ പോലും പ്രസിദ്ധീകരിക്കാതെ രഹസ്യമായിട്ട് ഈ ബാറുകൾക്കെല്ലാം ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ലൈസൻസ് നടപടികൾ പൂർത്തീകരിക്കാതെ ബാറുടമകൾക്ക് ലൈസൻസ് പുതുക്കി നൽകിയത് വഴി വലിയ അഴിമതി നടന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷന് കാത്തുനിൽക്കാതെ തിരക്ക് പിടിച്ച് ലൈസൻസ് നൽകിയത് വഴി കോടികൾ കിട്ടേണ്ടവർക്ക് കിട്ടി. അത്തരത്തിൽ കോടികളുടെ അഴിമതി നടത്തി കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനാണ് രണ്ടാം പിണറായി സർക്കാർ ശ്രമിച്ചത്. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള വലിയ അഴിമതിയാണെന്നും ഇത്തവണ CPM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അഴിമതി നടത്തി കിട്ടിയ ബാറുടമകളുടെ പൈസ കൊണ്ടാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. ബാറുടമകളുടെ കയ്യിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കോടികൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേപോലെ മറുപടി പറയണമെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലുമായി 122ഓളം നാമനിർദ്ദേശ പത്രികകളാണ് ആകെ സമർപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലുമായി 122ഓളം നാമനിർദ്ദേശ പത്രികകളാണ് ആകെ സമർപ്പിച്ചിരിക്കുന്നത്. അരൂരിൽ 13, ചേർത്തലയിൽ 17, ആലപ്പുഴയിൽ 14, അമ്പലപ്പുഴ മണ്ഡലത്തിൽ 12, കുട്ടനാട് 16, ഹരിപ്പാട് 17, കായംകുളം 11, മാവേലിക്കര 9, ചെങ്ങന്നൂർ 13 ഉൾപ്പെടെ ആകെ 122ഓളം നാമനിർദ്ദേശ പത്രികകളാണ് അതാത് തിരഞ്ഞെടുപ്പ് വാരണാധികാരികളുടെ മുൻപാകെ സമർപ്പിച്ചത്. നിലവിൽ ചേർത്തല, കുട്ടനാട്, ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിൽ 10 സ്ഥാനാർത്ഥികൾ വീതം പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികളും അമ്പലപ്പുഴ മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. ജില്ലയിൽ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് കായംകുളം മണ്ഡലത്തിലാണ്. കേവലം 5 പേർ മാത്രമാണ് കായംകുളം മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മാവേലിക്കര, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിൽ 6 പേർ വീതവും അരൂർ മണ്ഡലത്തിൽ 8 പേരുമാണ് ഇത്തവണ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അവധിക്കാല സൗജന്യ ക്രിക്കറ്റ് പരിശീലനം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അവധിക്കാല സൗജന്യ ക്രിക്കറ്റ് പരിശീലനം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കായംകുളം കുന്നത്താലും മൂട് ഒരുക്കിയിട്ടുള്ള നെറ്റ്സിലായിരിക്കും പരിശീലനം നൽകുക. 7 മുതൽ 30 വയസ്സ് വരെയുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് തീർത്തും സൗജന്യമായി പരിശീലനത്തിൽ പങ്കെടുക്കാമെന്നും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും കൂടുതൽ താരങ്ങളെ കണ്ടെത്തി അത്തരക്കാർക്ക് കൂടുതൽ പരിശീലനം നൽകി IPL അടക്കമുള്ള ക്രിക്കറ്റ് മത്സരങ്ങളിലേക്ക് എത്തിക്കുകയാണ് അക്കാദമിയുടെ ലക്ഷ്യമെന്ന് ഡയറക്ടർ ബിനിൽ സബാത്ത്, പ്രസിഡന്റ് ബിജു മാധവൻ എന്നിവർ പറഞ്ഞു. ഈ മാസം 28 മുതലാണ് പരിശീലനം ആരംഭിക്കുന്നത്. നേരത്തെ അക്കാദമിയിലൂടെ 8ഓളം സംസ്ഥാന ക്രിക്കറ്റ് താരങ്ങളെയും ഒരു IPL താരത്തെയും 150ഓളം ജില്ലാ താരങ്ങളെയും 50ഓളം ഹോസ്റ്റൽ താരങ്ങളെയും നാടിന് സംഭാവന ചെയ്തിട്ടുള്ളതായും അക്കാദമി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ക്രിക്കറ്റ് അക്കാദമിയാണ് ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമി. കഴിഞ്ഞ 22 വർഷക്കാലമായി കായംകുളത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അക്കാദമിയാണ്. ജില്ലയിലെ തന്നെ ഏക IPL താരത്തെ സംഭാവന ചെയ്യാൻ 8 കൊല്ലം മുമ്പ് അക്കാദമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധി സംസ്ഥാന താരങ്ങൾ, 150ഓളം ജില്ലാ താരങ്ങൾ, ഹോസ്റ്റൽ KCA ഹോസ്റ്റൽ അക്കാദമിയിലേക്ക് 50ലധികം താരങ്ങൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മാറ്റം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സൗജന്യമായിട്ടുള്ളൊരു പരിശീലന കേന്ദ്രമാണ് ഈ വർഷം മുതൽ നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സൗജന്യം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ കായംകുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഉൾപ്രദേശങ്ങളിലുള്ള നാട്ടുംപുറത്തായ കുട്ടികളെ കണ്ടെത്തുകയാണെന്നുള്ളതാണ് അക്കാദമിയുടെ ലക്ഷ്യം. ഇതിനു വേണ്ടി നമുക്ക് അക്കാദമിയുടെ തന്നെ വിദേശ മുൻ ക്രിക്കറ്റ് താരങ്ങളുടെ സംഭാവന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP CPIM ഡീൽ ആയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ ഒരുക്കിയ മാതൃകാ ഹരിത പോളിംഗ് ബൂത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ നിർവഹിച്ചു. ബാർ ഉടമകൾക്ക് ലൈസൻസ് പുതുക്കി നൽകിയത് വഴി വലിയ അഴിമതി നടന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലുമായി 122ഓളം നാമനിർദ്ദേശ പത്രികകളാണ് ആകെ സമർപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.